കുട്ടിക്കാലത്ത് ഞാൻ താമസിച്ച അപ്പാർട്ട്മെന്റിൽ ഒരു തീപിടുത്തമൊക്കെ ഉണ്ടായായിരുന്നു. ആ ഒരു സമയത്ത് എന്നെ ഒരാൾ വന്ന് രക്ഷിച്ചു. അയാള് ഫയർ ഫൈറ്റേഴ്സിന്റെ അടുത്തൊക്കെ എന്നെ ഏൽപ്പിക്കുകയും ചെയ്തു. പക്ഷെ പിന്നീട് അയാൾ മരണപ്പെടുകയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇത്രയും കാലം ഞാൻ അയാളുടെ ഫാമിലിയുടെയും ഡീറ്റെയിൽസ് ഒക്കെ അന്വേഷിച്ച് ഒരുപാട് നടന്നിട്ടുണ്ടായിരുന്നെങ്കിലും ഈ അടുത്ത് മാത്രമായിരുന്നു അത് നിന്റെ അച്ഛനാണെന്നുള്ള സത്യമൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നതെന്നൊക്കെ ഓൺഹോ ജിയോന്റെ അടുത്തൊക്കെ പറയുമ്പോഴത്തേക്കും ഇത്രയും കാലം ഞാൻ എന്റെ അച്ഛനെ എത്രത്തോളം വെറുത്താണ് ജീവിച്ചതെന്നൊക്കെ നിനക്കറിയാമോ? നീയും ഒരിക്കലും എന്നോട് സത്യങ്ങളൊക്കെ തുറന്നു പറയുവാനായിട്ട് പാടില്ലായിരുന്നു. ഇനി ഞാനും എങ്ങനെയാണ് നിന്റെ മുഖത്തേക്കൊക്കെ നോക്കുക എന്ന് ചോദിച്ചുകൊണ്ട് ജിയൂണും ഒരുപാട് കരയുന്നു. പിറ്റേ ദിവസം രാവിലെ അവൾ എണീറ്റൊക്കെ വരുമ്പോഴത്തേക്കും നീയും നല്ലതുപോലെ ഒന്ന് ആലോചിക്കുക, ഞാനും നിനക്ക് വേണ്ടി കാത്തിരിക്കുന്നതായിരിക്കും എന്നൊക്കെ ഉൺഹോ എഴുതി വെച്ച് പോയിട്ടുണ്ടായിരുന്നതൊക്കെ അവളുടെ ശ്രദ്ധയിലും പെടുകയാണ്. ജിയോണും സൺഗ്ലാസ് ഒക്കെ വെച്ചിട്ടായിരുന്നു ഓഫീസിൽ എത്തിയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവരും കൂടുതലായിട്ടൊക്കെ അവളെയും ശ്രദ്ധിക്കുന്നു. ഉൺഹോ ആദ്യം ജോലിക്കൊക്കെ കയറുവാനായിട്ട് ശ്രമിച്ച സമയത്ത് 6 മാസത്തെ കോൺട്രാക്ട് എന്ന രീതിക്കൊക്കെ ആയിരുന്നു അവനും കയറിയിട്ടുണ്ടായിരുന്നത്. അതായത് അവന് 6 മാസത്തിനുള്ളിൽ മറ്റൊരു ജോലിയൊക്കെ കിട്ടുകയാണെങ്കിൽ അവൻ ഈ ഒരു ജോലിയൊക്കെ നിർത്തി പോകുമെന്നായിരുന്നു അവൻ ആദ്യം പറഞ്ഞതും. അതുകൊണ്ട് തന്നെ നിനക്ക് എന്തെങ്കിലും മാറ്റമൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അറിയിക്കണം. നേരത്തെ ആ 6 മാസത്തിൽ ഇനി 1 മാസം മാത്രമേ ബാക്കിയുള്ളൂ എന്നൊക്കെയാണ് മിഹോയും പറയുന്നത്. ജിയോണും ഉൺഹോയും നല്ല ടേംസിലായിരിക്കും എന്നൊക്കെയാണ് മിഹോ വിചാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്തായാലും നിന്നെ ജോലിയിൽ നിന്നും ഒന്നും തന്നെ ജിയോണായിട്ട് പറഞ്ഞു വിടുകയില്ല എന്നൊക്കെ മിഹോയും പറയുന്നു. നെക്സ്റ്റ് കമ്പനിയുടെ പ്രൊജക്ടുമായി ബന്ധപ്പെട്ട മീറ്റിംഗ് ഒക്കെ നടക്കുകയാണ്. ഈ ഒരു സമയത്ത് നേരത്തെ തന്നെ അവരും ഒരു അഡ്വക്കേറ്റ് ആയിട്ടുള്ള സിഒവിനെയൊക്കെ നെക്സ്റ്റ് കമ്പനിയുടെ സിഒ ആയിട്ടൊക്കെ നൽകാവുന്ന രീതിക്കൊക്കെ ആയിരുന്നല്ലോ സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ അവസാനത്തെ കാൻഡിഡേറ്റിന്റെ കാര്യത്തെക്കുറിച്ചൊക്കെയാണ് ജിയോണും സംസാരിക്കുന്നത്. ഇതിനിടയ്ക്ക് ജിയോൺ ഉൺഹോയോട് ഓരോരോ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും ബോസും സെക്രട്ടറിയും എന്ന രീതിക്ക് മാത്രമായിരുന്നു അവർ സംസാരിച്ചതും. ജിയോന്റെ കമ്പനിയിലൊക്കെ ആദ്യം വർക്ക് ചെയ്തിട്ട് പിന്നീട് ഹൈജിന്റെ കമ്പനിയിലേക്ക് പോയിട്ടുണ്ടായിരുന്ന നാം ഉണ്ടല്ലോ, ആ ഒരു നാം ഇപ്പോൾ കിമ്മിനെ വിളിച്ചു വരുത്തിയിരിക്കുകയാണ്. കിമ്മും ഹൈജിന്റെ കീഴിലാണ് നാം വർക്ക് ചെയ്യുന്നതെന്ന കാര്യം ഒന്നും തന്നെ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ അവൻ എവിടെയാണ് ഉള്ളതെന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് നാം പറഞ്ഞിട്ടുണ്ടായിരുന്നത് മറ്റൊരു ഫീൽഡില് ചെറിയൊരു കമ്പനിയിൽ ജോലിക്ക് കയറി എന്ന രീതിക്കൊക്കെയാണ്. നെക്സ്റ്റ് എന്ന കമ്പനിയുടെ സിഒനൊക്കെ നിങ്ങളല്ലേ സെലക്ട് ചെയ്യുന്നത്, ആ ഒരു കാര്യങ്ങളൊക്കെ എത്രത്തോളം ആയെന്നൊക്കെ നാം കിമ്മിന്റെ അടുത്ത് ചോദിക്കുമ്പോഴത്തേക്കും ഞങ്ങൾ ഇപ്പോൾ തന്നെ ഓരോ കാൻഡിഡേറ്റ്സിനെ കോൺടാക്ട് ചെയ്യാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ജേർണലിസ്റ്റും അതുപോലെ തന്നെ ലോയേഴ്സുമായിട്ടുള്ള ആൾക്കാരാണ് ഞങ്ങൾ കൂടുതലായിട്ടൊക്കെ നോക്കുന്നത്. ഇത്രയും കാര്യങ്ങളൊക്കെ കിമ്മും അറിയാതെ തന്നെ പറഞ്ഞു പോകുന്നു. പിന്നീട് ഇതൊക്കെ സീക്രട്ട് ആണെന്നൊക്കെ പറഞ്ഞിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ മറച്ചു വെക്കുവാനായിട്ടായിരുന്നു കിമ്മും ശ്രമിച്ചത്. എങ്കിൽ പോലും നാമും ഈ ഒരു കാര്യങ്ങളെല്ലാം തന്നെ അറിയുമ്പോഴത്തേക്കും സാധാരണ ഒരു മാനേജറിനെ ഒന്നും ആയിരുന്നില്ല സിഒ ആക്കുവാനായിട്ടൊക്കെ അവർ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. മറിച്ച് ജേർണലിസ്റ്റിനെയും ലോയേഴ്സിനെയും ആണ് എന്ന കാര്യം എല്ലാം തന്നെ നാമും ഹൈജിനെ കോൺടാക്ട് ചെയ്ത് അറിയിക്കുന്നു. നാം ജോലിയിൽ നിന്നും പോയ സമയത്ത് തന്നെ ജിയോന്റെ കമ്പനിയിലെ ഡേറ്റാബേസ് ഒക്കെ കളക്ട് ചെയ്തിട്ടായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അതിൽ നിന്നും ജേർണലിസ്റ്റിന്റെയും ലോയേഴ്സിന്റെ ലിസ്റ്റ് ഒക്കെ നീ കളക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട് എന്നൊക്കെ ഇപ്പോൾ ഹൈജിനും അവനോട് പറയുന്നു. ഐക്കോണിക് ബയോടെക്നോളജി എന്നൊരു കമ്പനിയിൽ നിന്നും പാർക്കുന്ന വ്യക്തിയൊക്കെ ഇപ്പോൾ ജിയോനെ കാണുവാനായിട്ടൊക്കെ എത്തിയിരിക്കുന്നു. ഇത് മരുന്നൊക്കെ ഉണ്ടാക്കുന്ന ഒരു കമ്പനിയാണ്. പുതിയൊരു മരുന്നും അവർ കണ്ടുപിടിച്ചിട്ടുണ്ട്. മാത്രമല്ല ഒരുപാട് ആൾക്കാരൊക്കെ അവരുടെ കമ്പനിയിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുവാനായിട്ട് താല്പര്യപ്പെട്ട് നിൽക്കുന്ന ഒരു സമയമൊക്കെയാണ് ഇത്. അതുകൊണ്ട് തന്നെ നിങ്ങളും നല്ലൊരു റിസർച്ചറിനൊക്കെ ഞങ്ങൾക്ക് വേണ്ടി കണ്ടുപിടിച്ച് തരാമോ എന്നൊക്കെ ജിയോന്റെ അടുത്തും പാർക്ക് ചോദിക്കുന്നു. ഉൺഹോ കോഫിയൊക്കെ കുടിക്കാനായിട്ട് എത്തുമ്പോഴത്തേക്കും അവിടെ ജിയോൺ നിൽക്കുന്നത് കാണുന്നത് കൊണ്ട് തന്നെ അവനും അകത്ത് കയറാതെ പോകുന്നതൊക്കെ മിയയും ശ്രദ്ധിക്കുന്നു. അങ്ങനെ ഇരിക്കെ മിയ ജിയോന്റെ അടുത്തൊക്കെ ചെന്ന് സംസാരിക്കുകയാണ്. നിങ്ങൾ രണ്ടുപേരും ഒന്നിച്ചൊക്കെ നിൽക്കാത്തത് ബാക്കിയുള്ളവർ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ നിങ്ങളെക്കുറിച്ച് പറയുമോ എന്ന് വിചാരിച്ചിട്ടാണോ? പിന്നെ നമ്മുടെ ഉൺഹോയുടെ കോൺട്രാക്ട് ഒക്കെ തീരുവാനായിട്ട് ഇനി 1 മാസം മാത്രമേ ബാക്കിയുള്ളൂ. അതുകൊണ്ട് തന്നെ നീയുമായിട്ട് കാര്യങ്ങളെ കുറിച്ചൊക്കെ ഡിസ്കസ് ചെയ്ത് ഒരു തീരുമാനത്തിലേക്ക് എത്തുവാനായിട്ടൊക്കെ ഞാനും അവനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവനും അതൊന്നും നിന്നോട് പറഞ്ഞില്ല എന്നൊക്കെ മിയയും ഇപ്പോൾ ജിയോന്റെ അടുത്തൊക്കെ ചോദിക്കുന്നു. അങ്ങനെ ഇരിക്കെ ജിയോണും അവളെയും കൂട്ടിക്കൊണ്ടൊക്കെ പോകുന്നു. ജിയോണും മിയയുടെ അടുത്ത് എല്ലാ കാര്യങ്ങളും തുറന്നു പറയുന്നു. ഉൺഹോയുമായിട്ടുള്ള എല്ലാ റിലേഷൻഷിപ്പും ഞാനും അവസാനിപ്പിക്കുകയാണെന്നൊക്കെ ജിയോൺ സംസാരിക്കുമ്പോഴത്തേക്കും നിന്റെ അച്ഛൻ മരിക്കുവാനുള്ള കാരണമൊന്നും ഉൺഹോ അല്ലല്ലോ, പിന്നെ ഉൺഹോനെ നിന്റെ അച്ഛൻ രക്ഷിച്ചല്ലോ, അതൊക്കെ ഓർത്തിട്ട് നീ സന്തോഷിക്കുകയാണ് ചെയ്യേണ്ടത്. നീയും ഇനിയും അവനെ വെറുക്കുവാനായിട്ടൊന്നും പാടില്ല എന്ന രീതിക്കൊക്കെയാണ് മിയയും തിരിച്ച് ജിയോന്റെ അടുത്തൊക്കെ സംസാരിക്കുന്നതും. ജിയോണും ഒരുപാട് മദ്യപിച്ചിട്ട് ഒരു ബെഞ്ചിന്റെ മുകളിലൊക്കെ വന്ന് ഇരിക്കുമ്പോഴത്തേക്കും ആ ഒരു സ്ഥലത്തേക്കൊക്കെ ഉൺഹോയും ഓടിയെത്തുന്നു. കഴിഞ്ഞ ഒരു ദിവസം നിന്റെ ലൈഫ് ഇത്രത്തോളം നല്ലതൊക്കെ ആക്കിയത് 2 പേർ കാരണമാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, അതിൽ ഒരാള് എന്റെ അച്ഛനായിരുന്നു എന്നൊക്കെ ജിയോണും ഇപ്പോൾ ഉൺഹോയുടെ അടുത്തൊക്കെ ചോദിക്കുന്നു. എന്തൊക്കെ പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിലും തളരുവാനായിട്ട് പാടില്ല, എല്ലാം തന്നെ അതിജീവിച്ച് മുന്നോട്ട് പോകണമെന്നായിരുന്നു നിന്റെ അച്ഛൻ എന്നെ രക്ഷിച്ച ദിവസം പറഞ്ഞിട്ടൊക്കെ ഉണ്ടായിരുന്നത്. ഞാനന്ന് ബോധമില്ലാതെ കിടന്നിട്ടുണ്ടായിരുന്നെങ്കിലും നിന്റെ അച്ഛൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ കൃത്യമായി കേട്ടിട്ടുണ്ടായിരുന്നു.
പിന്നീട് അതനുസരിച്ചാണ് ജീവിതവും മുന്നോട്ട് കൊണ്ടുപോയത്. ഇപ്പോൾ ബ്യോളിന്റെ കൂടെ ഞാൻ ജീവിക്കുന്നത് പോലും ആ ഒരു വാക്കുകൾ കേട്ടതിന് ശേഷമാണെന്നൊക്കെ ഓൺഹോയും ഇപ്പോൾ ജിയോന്റെ അടുത്തൊക്കെ തുറന്നു പറയുന്നു. പിറ്റേ ദിവസം ആക്കുമ്പോഴത്തേക്കും ബ്യോളും ഒരു ഡ്രസ്സൊക്കെ തപ്പി നടക്കുകയാണ്. പക്ഷേ ബ്യോളിന് ഇഷ്ടപ്പെട്ട ഡ്രസ്സൊന്നും ആ കൂട്ടത്തിൽ ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഇരിക്കെ നീ ഏത് ഡ്രസ്സ് ഇട്ടിട്ടുണ്ടെങ്കിലും പ്രിൻസസിനെ പോലെയാണ് തോന്നിക്കുക എന്നൊക്കെ ഓൺഹോ അവളുടെ അടുത്തൊക്കെ പറയുമ്പോഴത്തേക്കും പ്രിൻസസ് ഇതുപോലത്തെ ഡ്രസ്സൊന്നും അല്ല ഇടുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് അവളും മറ്റു ഡ്രസ്സുകളൊക്കെ തപ്പിക്കൊണ്ടിരിക്കുന്നു. പക്ഷേ ഓൺഹോയ്ക്ക് വർക്കിനൊക്കെ പോകാനായിട്ട് സമയമായെന്നൊക്കെ ബ്യോളിനെ അറിയിക്കുമ്പോഴത്തേക്കും അച്ഛൻ എപ്പോഴും വർക്കിന് പിന്നാലെയൊക്കെ നടക്കുകയാണ്. എന്റെ കാര്യങ്ങളൊന്നും തന്നെ അച്ഛൻ ഇപ്പോൾ ശ്രദ്ധിക്കാറേയില്ല. ഞാനും അച്ഛനെ വെറുക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അവളും ദേഷ്യപ്പെട്ടൊക്കെ പോകുന്നു. കിൻഡർ ഗാർഡനിലുള്ള കുട്ടികൾ എല്ലാവരും തന്നെ പ്രിൻസസ് എന്ന രീതിക്കുള്ള ഡ്രസ്സൊക്കെ ഇട്ടിട്ടാണ് എത്തിയിട്ടുള്ളത്. പക്ഷെ ബ്യോൾ മാത്രമായിരുന്നു സാധാരണ ഒരു ഡ്രസ്സൊക്കെ ഇട്ടിട്ട് എത്തിയത്. അങ്ങനെ ഇരിക്കെ ഇന്ന് യങ്ങിന്റെ ബർത്ത്ഡേ ഒക്കെ അല്ലേ, അവളും ബർത്ത്ഡേ പാർട്ടി വെച്ചിട്ടുണ്ടല്ലോ. പാർട്ടിയുടെ വിഷയം പ്രിൻസസ് എന്നതൊക്കെയാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും പ്രിൻസസിന്റെ ഡ്രസ്സ് ഇട്ടിട്ടാണ് എത്തിയിട്ടുള്ളത്. പക്ഷെ നീ എന്തുകൊണ്ടാണ് അങ്ങനത്തെ ഡ്രസ്സൊന്നും ഇട്ട് എത്താതെ ഇരുന്നതെന്നൊക്കെ സ്യോജോണും അവളുടെ അടുത്തൊക്കെ ചോദിക്കുന്നു. ഞാൻ ആ പാർട്ടിക്കൊന്നും പോകുന്നില്ല, ഞാനും ബുക്കൊക്കെ വായിക്കുവാനായിട്ട് അങ്കിളുടെ കടയിൽ പോവുകയാണെന്നുള്ള ഒരു മറുപടിയൊക്കെ ആയിരുന്നു ബ്യോളും കൊടുത്തിട്ടുണ്ടായിരുന്നത്. ബ്യോളും കടയിലൊക്കെ എത്തിയിട്ട് ആകെ മൂഡ് ഓഫ് ആയിട്ടായിരുന്നു ഇരുന്നിട്ടുണ്ടായിരുന്നത്. പക്ഷെ ജിയോണിനെയൊക്കെ കാണുമ്പോഴത്തേക്കും വളരെയധികം ഹാപ്പി ആയിട്ട് അവളും ജിയോന്റെ അടുത്തേക്കൊക്കെ ഓടി ചെല്ലുന്നു. ബ്യോളിനെ ശരിക്കും എന്താണ് പറ്റിയത്, നീ എന്തുകൊണ്ടായിരുന്നു മൂഡ് ഓഫ് ആയിട്ടുണ്ടായിരുന്നതെന്നൊക്കെ മേയുടെ ഹസ്ബൻഡ് അവളുടെ അടുത്തൊക്കെ ചോദിക്കുന്നുണ്ടെങ്കിലും അവള് ആ ഒരു കാര്യങ്ങളൊക്കെ ജിയോന്റെ അടുത്ത് മാത്രമേ പറയുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ജിയോണിനെ കൂട്ടിക്കൊണ്ടൊക്കെ പോയിട്ട് രഹസ്യമായിട്ട് നടന്ന കാര്യങ്ങളെല്ലാം തന്നെ ജിയോണിനെ അറിയിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ജിയോണും ബ്യോളിനെ ഒരുക്കിക്കൊണ്ട് പാർട്ടിക്കൊക്കെ എത്തിയിരിക്കുകയാണ്. ബ്യോൾ ഒരുങ്ങിയെത്തിയത് കാണുമ്പോൾ തന്നെ കുട്ടികൾ ആകെ അത്ഭുതപ്പെട്ടൊക്കെ പോകുന്നു. അങ്ങനെ ഇരിക്കെ ഞാൻ ബ്യോളുടെ ഒരു ഫ്രണ്ട് ആണെന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു ജിയോണും അവരുടെ മുമ്പിൽ അവളെ പരിചയപ്പെടുത്തിയൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നത്. മാത്രല്ല ഒരു ഗിഫ്റ്റ് കൂടി ബ്യോളും കരുതിയിട്ടുണ്ടായിരുന്നു. ഈ ഒരു ഗിഫ്റ്റ് ഒക്കെ ബർത്ത്ഡേ ഗേൾ ആയിട്ടുണ്ടായിരുന്ന എങ്ങിനും ഒരുപാട് ഇഷ്ടപ്പെടുകയാണ്. അങ്ങനെ അവരും ആ ഒരു പാർട്ടിയൊക്കെ കൂടി ഒരുപാട് എൻജോയ് ചെയ്യുന്നു. അന്നത്തെ ദിവസമൊക്കെ നല്ലതാക്കി തന്നതിന് ബ്യോളും ജിയോന്റെ അടുത്തൊക്കെ നന്ദി പറയുമ്പോഴത്തേക്കും ഇനി ഇതുപോലത്തെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നീ എന്നെ അറിയിച്ചാൽ മതി എന്നൊക്കെ ജിയോണും തിരിച്ച് അവളുടെ അടുത്തൊക്കെ പറയുന്നു. അങ്ങനെ ഇരിക്കെ എന്റെ അച്ഛന് ഇതിനെക്കുറിച്ച് ഒന്നും തന്നെ വ്യക്തമായിട്ടുള്ള ധാരണ ഇല്ലാത്തത് കൊണ്ടാണ് എനിക്കും വിഷമമൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നതെന്നൊക്കെ ബ്യോൾ പറയുമ്പോൾ അച്ഛന്മാർ അങ്ങനെയാണ്, ചില കാര്യങ്ങൾ അവർക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുകയില്ല. എന്റെ അച്ഛനും ഇതുപോലെയൊക്കെ ആയിരുന്നു. അച്ഛനും മുടിയൊക്കെ പിന്നി തരുവാനായിട്ട് അറിയില്ലായിരുന്നു. കൂടാതെ മുടിയൊക്കെ വളരെ ടൈറ്റ് ആയിട്ടൊക്കെ കെട്ടിയും വെക്കും. ജിയോണും അങ്ങനെയൊക്കെ പറയുമ്പോഴത്തേക്കും എന്റെ അച്ഛന് മുടിയൊക്കെ കെട്ടിത്തരുവാനായിട്ട് അറിയാം, അച്ഛന് പല ഹെയർ സ്റ്റൈൽ അറിയാം. ഇതെല്ലാം തന്നെ എനിക്ക് അച്ഛനായിരുന്നു ചെയ്തു തന്നിട്ടുണ്ടായിരുന്നതെന്നൊക്കെ ബ്യോളും അറിയിക്കുന്നു. ഞാനും രാവിലെ അച്ഛന്റെ അടുത്ത് ദേഷ്യപ്പെട്ടിട്ടൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അച്ഛൻ ഒരുപാട് വിഷമമായി കാണും. ചേച്ചി ഫോണൊക്കെ ഒന്ന് തരുവോ, ഞാനും അച്ഛനൊന്ന് വിളിച്ചൊക്കെ നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ജിയോന്റെ കയ്യിൽ നിന്നും ഫോണൊക്കെ മേടിച്ചിട്ട് ബ്യോളും അച്ഛനെ വിളിക്കുന്നു. അങ്ങനെ ഉൺഹോയും സ്ഥലത്തൊക്കെ എത്തി കഴിയുമ്പോഴത്തേക്കും ബ്യോളും ഉൺഹോയുടെ അടുത്തേക്കൊക്കെ ഓടി ചെല്ലുന്നു. രാവിലെ അച്ഛനെ ഞാൻ വെറുക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് സ്നേഹം കൊണ്ട് മാത്രമായിരുന്നു. ജിയോണും എന്റെ അടുത്ത് അങ്ങനെയൊക്കെയാണ് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ബ്യോള് നിൽക്കുമ്പോഴത്തേക്കും ജിയോൺ അവിടെ ഉണ്ടോ എന്നൊക്കെ ഉൺഹോ നോക്കുന്നുണ്ടെങ്കിലും ആ ഒരു സമയത്ത് ജിയോണും അവിടെ നിന്നൊക്കെ പോയിട്ടുണ്ടായിരുന്നു. ജിയോണും ഇപ്പോൾ അച്ഛനെ കാണുവാനായിട്ടൊക്കെ എത്തിയിരിക്കുകയാണ്. അവിടെ എത്തിയതിനു ശേഷം അച്ഛൻ എന്നെ വിട്ട് പോയ സമയത്ത് എനിക്ക് എന്ത് ചെയ്യണമെന്ന് പോലും അറിയുകയില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് ആരെങ്കിലും കുറ്റപ്പെടുത്തിയാലേ ജീവിക്കാനായിട്ട് സാധിക്കുമെന്ന് ഞാനും കരുതി. അങ്ങനെ ആയിരുന്നു അച്ഛനെയും കുറ്റപ്പെടുത്തിയൊക്കെ ഞാൻ ജീവിച്ചിട്ടുണ്ടായിരുന്നത്. ഒരിക്കൽ പോലും അച്ഛൻ്റെ അടുത്ത് വന്ന് എനിക്ക് ചിരിക്കുവാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. അച്ഛനും എന്നോട് ക്ഷമിക്കണം, ഞാനും അച്ഛനെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്, അച്ഛനെ ഞാനും ഒരുപാട് മിസ് ചെയ്യുന്നു എന്നൊക്കെ അവളും ഇപ്പോൾ അച്ഛന്റെ ഫോട്ടോ ഒക്കെ നോക്കിക്കൊണ്ട് പറയുന്നു. പിറ്റേ ദിവസം ജിയോൺ ഓഫീസിലൊക്കെ എത്തുന്ന സമയത്ത് ലിഫ്റ്റൊക്കെ ഉൺഹോയ്ക്ക് വേണ്ടി കൂടി തുറന്നു കൊടുക്കുന്നു. അവനും അകത്തേക്കൊക്കെ കയറി കഴിയുമ്പോഴത്തേക്കും ഇത്രയും നല്ലൊരു വ്യക്തിയായിട്ട് നീയും ജീവിച്ചതിൽ ഒരുപാട് നന്ദിയുണ്ടെന്നൊക്കെ ആയിരുന്നു ജിയോണും ഉൺഹോയുടെ അടുത്തൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നീട് അവളും അവന്റെ കൈയൊക്കെ പിടിച്ചതിന് ശേഷം ഈ ഒരു കൈ ഞാൻ ഒരിക്കലും വെടിയിപ്പിക്കുവാനായിട്ട് പോകുന്നില്ല, അതുകൊണ്ട് തന്നെ നീയും അത് വെടിയിപ്പിക്കുവാനായിട്ട് ശ്രമിക്കരുത് എന്നൊക്കെ ആയിരുന്നു അവനോട് പറഞ്ഞത്. പിന്നീട് ലിഫ്റ്റ് ഒക്കെ ഓപ്പൺ ആയി വരുന്ന സമയത്ത് അവനും അവളുടെ കൈയൊക്കെ വെടിപ്പിച്ച് മുന്നേ പോകാനായിട്ട് നോക്കുന്നുണ്ടെങ്കിലും അവൾ അവന്റെ കൈയൊക്കെ പിടിച്ച് എല്ലാവരുടെ മുന്നിലൂടെയൊക്കെ പോകുന്നു. അത് അവിടെയുള്ള എംപ്ലോയീസ് എല്ലാവരും തന്നെ കാണുകയാണ്. അവരും ആകെ മൊത്തത്തിൽ ഞെട്ടിയൊക്കെ നിൽക്കുന്നു. ഇനിയും ഒരു തിരിച്ചുപോക്ക് ഉണ്ടാവുകയില്ല എന്നൊക്കെ ജിയോന്റെ അടുത്ത് ഓൺഹോ പറയുന്നുണ്ടെങ്കിൽ പോലും വീണ്ടും തിരിച്ചു പോകുവാനായിട്ട് താൻ ആഗ്രഹിക്കുന്നില്ല എന്ന രീതിക്കൊക്കെയാണ് ജിയോണും സംസാരിക്കുന്നത്. അതായത് അവരുടെ റിലേഷൻഷിപ്പ് ഒക്കെ അവരും ഇപ്പോൾ ഒഫീഷ്യൽ ആക്കിയിരിക്കുന്നു. ആ ഒരു സീനോട് കൂടി ഈ ഒരു വീഡിയോ അവസാനിക്കുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് ഇത്രയും വേഗം കാണാം. ബൈ.